ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആവശ്യമില്ല കേട്ടാ. അങ്ങനെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇത് എനിക്ക് മാത്രമാണ് വിചാരിച്ചു. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമ്മ. എവിടെ ആരെങ്കിലും ഉണ്ടാക്കോ? മുട്ടയും വഴുതനയും കൂടി എനിക്കിത് ഓർമ്മയില്ലമ്മ. അമ്മ മാറ്റും അങ്ങനെ പറയേ. ഞാൻ മാറ്റിട്ട് കഴിച്ചായിട്ട് എനിക്ക് വഴുതനങ്ങ ഞാൻ എടുത്ത് മാറ്റും. എന്നിട്ട് ആ മുട്ട മാത്രം നിനക്ക് തരും. അപ്പൊ നിനക്കറിയില്ല. ഞാൻ വിചാരിക്കും രണ്ട് രീതിയിലുള്ള കറി ഉണ്ടാക്കിയെന്ന്. പറ്റിക്കൽസ് ആണത്. നമ്മുടെ കറി പച്ചക്കറി എനിക്ക് തിന്നണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റണ്ടേ? അതിന് വേണ്ട സാധനങ്ങൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഇതാ കുറച്ച്, ഒരു പട്ട, ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഇതാ സവോള, ചെറിയൊരു സവോള, പിന്നെ തക്കാളി 1, പച്ചമുളക് 2, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മുളകും മഞ്ഞളും കൂടി അരച്ചതാണ്, പൊടിയല്ല, പിന്നെ മല്ലിയില ആവശ്യം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില, അത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഈ പ്ലേറ്റിൽ അമ്മ വെക്കണ രീതി ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. അത് ഞങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് മനസ്സിലായി. അതിന് വേണ്ടിയിട്ട് അമ്മ പ്രത്യേകിച്ച് കുറച്ച് നാളികേരപ്പാൽ അത് ആവശ്യത്തിന്, ഇത്രയൊന്നും വേണ്ട. ആവശ്യമുണ്ടെന്ന് നമുക്ക് അതിൽ കൂടുതൽ വെക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണല്ലോ അമ്മ. അതിനിപ്പോൾ ഞാൻ ഒന്നും തടയൊന്നുമില്ലല്ലോ. തടഞ്ഞാലും ഞാൻ കേൾക്കില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാവണ വരെ എന്താ? അല്ല, എന്താണ് ചൂടാവണം? അതിന് നെക്സ്റ്റ് എന്താ ഇടാൻ പോണത്? അതെനിക്ക് അറിയണല്ലോ. ആദ്യം തന്നെ നമുക്ക് ഈ പട്ടയും ഗ്രാമ്പും ഏലക്ക അതൊന്ന് പൊട്ടട്ടെ. പൊട്ടൂലേ? ഇതിങ്ങനെ പൊടിയല്ല, ഇതിങ്ങനെ ഇടാണ് നല്ല ഫ്ലേവർ കിട്ടും. അതെന്താ കാരണം? അത് അങ്ങനെയാണ്. നമ്മൾ ഗരം മസാല പൊടിച്ചത് ഇടുന്നേക്കാളും ഈ ചില കറികൾക്ക് അങ്ങനെ ഇടുന്നതാണ് നല്ലത്. എണ്ണ ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഏതായി ഞാൻ? ഞാൻ അമ്മ പറയണം. അമ്പൂച്ചം മനസ്സിലറിയോ? അത് ഈ പേര് വളരെ കുറവായതുകൊണ്ട് അറിയൂല. അപ്പോൾ സവോള, ഈ സവോള എന്ന് പറഞ്ഞില്ല കേട്ടോ. ഈ സവോള എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഈ സവോള എന്ന് പറയില്ല. അത് ചെറിയ രീതിയിലൊന്ന് ഇതാവണം, അത്രേ വേണ്ട. ഒരുപാടാവാൻ പാടില്ല. എന്താവണം? ഒരു ബ്രൗണിഷ് കളറാവണം. ഒരുപാടല്ല, ലൈറ്റായിട്ട്. എനിക്കറിയാം, അതാണ് ഞാൻ നേരത്തെ കുറിച്ച് പറഞ്ഞത്. അത്ര ആവാനാ പാടുള്ളൂ, ഒരുപാട് ആവാൻ പാടില്ല. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അമ്മ പറഞ്ഞാലേ ശരിയാവും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. അങ്ങനെ പറയൂ, ഓരോന്നായിട്ട് അങ്ങനെയൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൽ കൂടി ഇട്ടു, മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് കുറച്ച് ഇളക്കി ആട്ടൊക്കെ ഞങ്ങള് മലയാളത്തിൽ അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ ഭാഷ. തക്കാളി കൂടി ഇട്ടു. ഈ തക്കാളി ഒരുപാട് അങ്ങോട്ട് ഇതാവാൻ വേണ്ട, വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. അതന്നെയല്ലേ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇത്തിരി ഉപ്പിടുക. ഉപ്പ് ഇത്തിരി കല്ലുപ്പാണെങ്കിൽ അത് നല്ലതാണ്. എടുത്തിട്ട് വീണ്ടും എല്ലാം മിക്സ് ആവാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഇറക്കി കൊടുക്കുക. അത് എന്തൊക്കെയോ കൂട്ടിയിട്ടുള്ളൊരു മസാലയുണ്ട്. മല്ലി, മുളക്, മഞ്ഞളും കൂട്ടി അരച്ച മസാല. അതിനെ ഇങ്ങനെ വെള്ളം കൊണ്ട് തോണ്ടി ഇട്ട് കൊടുക്കുക. വെറുതെ അങ്ങനെ ഇടണമെന്നില്ല. നിങ്ങൾ ആ കപ്പൊന്ന് ഇട്ടാൽ മതി. അമ്മക്ക് അതിലൊരു തുള്ളിയും കൂടി ബാക്കിയാവാൻ പാടില്ല. ഭൂലോക പിക്കി ആയതുകൊണ്ട് അതിനൊക്കെ വെള്ളം കൊണ്ട് തോണ്ടിയിടും. എന്തിനാരും പറഞ്ഞിട്ടാണ് പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അമ്മ ഞെട്ടും.
ഞാനില്ലേ നീയല്ലേ ആരും എന്ന് പറഞ്ഞാൽ ഞാൻ പെടില്ലേ എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് വെച്ചോളൂ. അപ്പോൾ അത് അടപ്പ് വെള്ളമാണ്. അരപ്പ് വെള്ളമാണ്. അപ്പോൾ അതെന്താ അറിയുക, നമ്മൾ ഇങ്ങനെ കരിയാണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കുറേ ഉണ്ട് വേണ്ട, കുറച്ച് ലേശം ഒഴിച്ചാൽ മതി. ഒരുപാട് ഒഴിച്ചാൽ വെള്ളം കൂടും. വെള്ളം കൂടുതലല്ല, ഇതൊന്ന് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഒരല്പം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഇങ്ങനെ ഊറ്റിട്ടു. ഇനി നമുക്ക് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു ഈ അരപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത്തിരി വെള്ളം കൂടി അത് വെള്ളം ഒന്ന് തിളച്ചോട്ടെ. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. അത് തിളക്കുന്ന വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുക. കുറ്റങ്ങളൊന്നും പറയില്ല, അത് നീ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എന്ത് പറഞ്ഞ നല്ലത് വല്ലതും പറയാന്ന്. കുറ്റം കുറവൊന്നും പറയണ്ട. ഇതിനൊക്കെ കുറ്റം കുറവൊക്കെ പറയുന്നത് അടച്ചു വയ്ക്കാം. അമ്മയല്ലേ പറഞ്ഞ എന്തെങ്കിലും പറയാൻ. എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പറയുന്ന ഒരു സംഭവം അതാണ്. ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ഒരു കാര്യം പറയൂ. അല്ല, അന്ന് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എന്ന് വേണമെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, അതിനൊരു ബുദ്ധിമുട്ടില്ല അവിടെ. അതെ, നമ്മളെല്ലാവരും ഒരു അന്വേഷണത്തിനാണ്. എന്തിൻ്റെയാണെന്ന് അറിയുമോ? എന്തിനെങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ രാവിലെ കട്ടിലിൻ്റെ അടിയിൽ എന്തോ പോയി വന്നിട്ട് അച്ഛനും അമ്മയും കൂടി അന്വേഷിച്ചിട്ട് കിട്ടാണ്ട് ഞാൻ വന്നിട്ട് അന്വേഷിച്ച് കിട്ടിയത്. അതന്നെ ഒരു കമ്മല വീണ് പോയി. എല്ലാവരും ഒരു അന്വേഷണത്തിനാണ്. എന്താ അറിയാം? സന്തോഷം. അതിന് അന്വേഷിച്ചുകൊണ്ടിരിക്കണം നിങ്ങളൊക്കെ. എന്താ പറഞ്ഞ നമ്മുടെ അത് നമ്മുടെ ചുറ്റും എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. ഈ ലോകം മുഴുവൻ നമുക്ക് സന്തോഷവും സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിതം, അതിന് വേണ്ടിയിട്ടാണല്ലോ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ആ ഒരു അന്വേഷണത്തിലാണ് എല്ലാവരും ചുറ്റും അന്വേഷിക്കുകയാണ്. ഇത് എവിടെ കിട്ടും, എവിടെ കിട്ടും. എന്നിട്ട് ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചില്ല ഇത് എവിടെ കിട്ടുന്നു. നീ കൊടുക്കുക. എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. അതല്ല, അത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ആരുടെ കയ്യിൽ ഇതില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവനവന്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ അടുത്തുണ്ട് സന്തോഷം. ഞാനാണ് നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർ നമുക്ക് കൊണ്ടുതരേണ്ടതല്ല. മനസ്സിലായോ? കുറേശ്ശെ മനസ്സിലായി വരുന്നു. ഇപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടില്ല. നാക്കും കൊണ്ട് അതെടുത്ത് നക്കി നോക്കിയപ്പോ, ഉപ്പും മുളകും നോക്കിയപ്പോ, അങ്ങനെ ഓരോ സന്തോഷങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. കുറച്ച് മുളക് പൊടി, ഉപ്പും തിരുമ്പി ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, ഇതാ നാലാക്കി മുറിച്ച് ഇതിന്റെ ഉള്ളിലൊക്കെ തിരുമ്പി. അത് ഇപ്പൊ അമ്മക്കൊരു സന്തോഷം കിട്ടിയില്ലേ ഉപ്പും മുളകും കൊണ്ട് നോക്കുമ്പോ? അതന്നെ സന്തോഷം. അമ്മ ഇപ്പൊ കണ്ടുപിടുത്തത്തിലാണോ അറിയാണ്ട് ചോദിക്കുകയാണ്? കണ്ടുപിടുത്തം പറഞ്ഞ അങ്ങനെയല്ല മോനെ. നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. സന്തോഷവും സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ചെറുപ്പത്തില് ബാല്യം തൊട്ട് നമുക്ക് കണക്കൂട്ടാം. ബാല്യത്തിൽ നമ്മള് ഒരു മിനിറ്റ് ഞാൻ പേപ്പർ പേന എടുക്കട്ടെ. കണക്ക് അതല്ല പറയുന്നത്. ബാല്യത്തിൽ നമ്മള് നമ്മുടെ ആ ബാല്യം ചിരി കളിയായിട്ട് നമ്മുടെ സമപ്രായ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചും ചിരിച്ചും സന്തോഷിക്കും. പിന്നെ കൗമാരമാകുമ്പോൾ നമുക്ക് ചില കൗതുക വസ്തുക്കളോടൊക്കെ നമുക്കൊരു ഇഷ്ടമുണ്ടാവും. അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം. 100%. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. കൗമാരത്തില് ഉള്ള കാര്യങ്ങളോടുള്ള അത് കിട്ടിക്കഴിയുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവുമല്ലോ. പിന്നെ യൗവനം, അടിപൊളി യൗവനത്തിന് നമുക്ക് പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഒരു സന്തോഷം. എന്റെ അമ്മോ പോരട്ടെ. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞില്ലല്ലോ. അത് കുറച്ച് നീണ്ടുപോക്കോട്ടെ. സാക്ഷാത്കരിച്ചു എന്ന് വെക്കാം. ആ സമയത്ത് നമുക്ക് മക്കളായി അവരുടെ ജീവിതം കെട്ടിപ്പടുത്താനും വീട് വെക്കല് അങ്ങനെ പല സന്തോഷങ്ങള് അതിന് വേണ്ടിയിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം. അതിലൊരു സന്തോഷം. ശരിയാണ്, സന്തോഷം. അവസാനം ഈ സന്തോഷം എങ്ങനെ എവിടെ അത് മുഴുവൻ സന്തോഷം ആയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ സന്തോഷം തെരയല്ലേ വീണ്ടും അമ്മ സമാധാനിക്കൂ, ടെൻഷൻ അടിക്കണ്ട. അമ്മേനെ അങ്ങനെ തെരയാണ് ഭയങ്കര ഭീകരായിട്ട്. കൗമാരം കഴിഞ്ഞ് എല്ലാവരുടെ കാര്യം പറയല്ലേ, എന്നെ പിന്നെ ഞാനതിൽ ഉൾപ്പെടില്ലേ. പിന്നെ അവസാനം വരെ പിന്നെ പ്രായമായി വയ്യാണ്ടായി വാർദ്ധക്യത്തിലെത്തി ഒരു ബുക്കിലിരിക്കുന്ന സമയത്ത് ദൈവമേ എല്ലാം ഉണ്ടായിട്ട് ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് സന്തോഷാ. അപ്പൊ ആരോഗ്യത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ്. അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ സന്തോഷിക്കാൻ,
അങ്ങനെ. അപ്പൊ ചെറുപ്പം മുതൽ കളിച്ച് വലുതായി കൗമാരം യൗവനമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ കടക്കപ്പായൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അന്ന് പറയാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ മതിയായിരുന്നു, സന്തോഷം മനുഷ്യന് തൃപ്തിയില്ല, സന്തോഷം കിട്ടിയിട്ടില്ല, അതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആരോഗ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ ചിന്തയിൽ തന്നെ നമ്മുടെ സന്തോഷം ഇല്ലാണ്ട് തന്നെയാണ് യാത്രയാണ്. മനസ്സിലായോ? തീർച്ചയായിട്ടും. ബാല്യം തൊട്ട് ഓരോരോ കാര്യത്തിന് സന്തോഷം കണ്ടെത്തി അവസാനം ആരോഗ്യം നശിച്ചു. ഇതൊക്കെ കണ്ടെത്തി എല്ലാം ജനിച്ച് വീണ് അവനവന് ചിന്തിക്കാനാവണ പ്രായം മുറ്റ് തുടങ്ങിയ ഈ അന്വേഷണം കടക്കേപ്പായൽ കാരണം മരണം കൊണ്ടുപോകണ വരെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നിന് കിട്ടിയാൽ ഇഞ്ഞൊന്നിന് കിട്ടും, ഇഞ്ഞൊന്നിന് കിട്ടിയാൽ മറ്റൊന്നിന് കിട്ടുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സന്തോഷം തെരഞ്ഞ് അവസാനം വാർദ്ധക്യത്തിൽ എത്തി ഒന്നും കഴിയാത്തൊരു അവസ്ഥയിൽ ദൈവമേ ഇതൊന്നും വേണ്ട, അത്ര ആരോഗ്യം. അന്വേഷണം അവിടെ അന്വേഷിക്കാൻ സമയമില്ല. ബാക്കി അവര് ആ സന്തോഷം കിട്ടാണ്ട് തന്നെ യാത്രയാവണം. അപ്പൊ യാത്ര ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പിന്നെയും അന്വേഷിക്കുകയാണ് ഞാൻ എന്താണ് അവിടെ ബാക്കി വെച്ചത്. അപ്പൊ എന്താ അറിയോ, നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാം. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ നമുക്ക് ഇല്ലാത്ത കുറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരെക്കാളും മെച്ചം ഞാനാണല്ലോ, അവർ സന്തോഷിച്ചോടെ. അതുപോലെ നമുക്ക് ഉടുക്കാൻ വസ്ത്രമുണ്ട്, ഉണ്ണാൻ അന്നുണ്ട്, നമുക്ക് ആഹാരമുണ്ട്. അതില്ലാതെ എത്രയോ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ഭാരതത്തിൽ നമ്മളെ മെച്ചല്ലേ എന്നുള്ളൊരു സന്തോഷം, ആ സന്തോഷിച്ചൂടെ. അതുപോലെ നമ്മളിപ്പോ കുറേ ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് 1 കിട്ടുമ്പോൾ 1 ലക്ഷം കിട്ടുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം അല്ലെങ്കിൽ ഒരു വീടായി, അപ്പൊ നമുക്ക് ഇനി കാറ് മേടിക്കണം, മറ്റത് മേടിക്കണം, അങ്ങനെ ഓരോരോ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സന്തോഷങ്ങൾ അവസാനിക്കണേ ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ ആഗ്രഹങ്ങൾ അവസാനിക്കത്തിടത്തോളം സന്തോഷം നമുക്ക് കിട്ടില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടിട്ടോ, എന്തിനാണ് പടച്ചോന്ന് പറഞ്ഞ വ്യക്തി പൂർണ്ണമായിട്ട് മനുഷ്യന് സന്തോഷം കൊടുക്കാണ്ട് ഇടയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് വെച്ചൊരു ദുഃഖം കൊടുക്കണം. ഇപ്പം എനിക്ക് മനസ്സിലായമ്മ. കാരണം എന്താ പറയുക, ഒരു സന്തോഷം കൊടുക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും അതിനെക്കാട്ടിലും വലിയ സന്തോഷം എന്താണെന്ന് അറിയാണ്. പിന്നൊന്ന് കൊടുക്കുമ്പോൾ അതിൽ സന്തോഷം കിട്ടാണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ആയാലും എനിക്ക് സന്തോഷമുള്ളൂ. ഏതൊരു കാര്യത്തിലും കേട്ടോ, അത് സമ്പത്ത് എന്നല്ല, എന്ത് സൗന്ദര്യമായാലും സമ്പത്തായാലും എന്തായാലും അതിലവൻ തൃപ്തപ്പെടുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു, ഇതിനെക്കാട്ടിലും ഒന്നും കൂടി നന്നാക്കാൻ ഞാൻ എന്ത് ചെയ്യണോ. അങ്ങനെ അവൻ സന്തോഷത്തിന് മുകളിൽ എത്ര കൊടുത്താലും സന്തോഷം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യോ, ഇടയ്ക്കൊരു ദുഃഖം കൊടുക്കും. എന്തിനറിയോ, ഇവന് ഇത്രയൊക്കെ സന്തോഷം കിട്ടിയിട്ട് ഇവന് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഒരു ദുഃഖം കൊടുക്കുമ്പോഴെങ്കിലും അയ്യോ ഈ ദുഃഖം അനുഭവിക്കുമ്പോൾ തോന്നുമല്ലോ ഇന്നലെ എനിക്ക് എത്ര സന്തോഷമായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഈ ദുഃഖം കഴിഞ്ഞാൽ നാളെ എനിക്കൊരു സന്തോഷം കിട്ടുമെന്നൊരു അന്വേഷണം ഉണ്ടാവുമല്ലോ. അപ്പം സന്തോഷത്തിൻ്റെ വില മനസ്സിലാവാൻ വെച്ചിട്ടാണ് ദൈവം പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കാത്തത്. അല്ല, നമുക്ക് സന്തോഷവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കണ്ടെത്തി നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിലും വലിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിലും വരെ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ അതിനു വേണ്ടി മാത്രം നമ്മുടെ ജീവിതം എന്താ പറയുക, അതിനു വേണ്ടി മാത്രം മെനക്കെടരുത് നമ്മൾ. കാരണം നമുക്കൊരു സന്തോഷം സമാധാനമൊക്കെ ഉള്ള ഒരു ജീവിതം കിട്ടിക്കഴിയുമ്പോൾ അതിലും വലിയത് എന്തെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് ഈ സന്തോഷത്തിൻ്റെ അന്വേഷണം കൂടുക. ഇപ്പൊ നമുക്കൊരു വിധം എല്ലാം ആയി, അപ്പൊ ഇനി വല്ലതും കിട്ടുകയാണെങ്കിൽ തൃപ്തിയല്ല, ഒന്നിലും തൃപ്തിയല്ല. ഇപ്പൊ നമ്മൾ തൃപ്തരാണ്. ഇപ്പൊ നമുക്കൊരു എല്ലാ കുറച്ച് ചുറ്റുപാടൊക്കെ ഉണ്ടെന്ന് വെക്കുക, നമ്മൾ അതിൽ തൃപ്തരാണ്. ഇനി എന്തെങ്കിലും നമുക്ക് ദൈവം തരികയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ ഇതിൽ നമ്മൾ സന്തോഷിക്കുക. ഇത് അനുഭവിക്കാണ്ട് പുതിയത് തെരഞ്ഞുകൊണ്ട് നടക്കരുത് അല്ലെ. ഇത് അനുഭവിക്കുക സമാധാനത്തോടെ സന്തോഷത്തോടെ. എന്നിട്ട് നമുക്ക് ദൈവം തരികയാണെങ്കിൽ അതും കിട്ടിക്കോട്ടെ. ഇപ്പൊ സന്തോഷം എന്ന് പറയണത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊരു വസ്തു അമ്മയ്ക്ക് കൊണ്ടുവന്ന് തന്നു എന്ന് വിചാരിക്കുക, ആ വസ്തു കൊണ്ടുവന്ന് തരുമ്പോൾ അമ്മയ്ക്ക് മേടിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ തോന്നും ഇതിനെക്കാളിലും ഒരു പടി മുകളിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി സന്തോഷമായിരുന്നൊരു തോന്നൽ മനുഷ്യന് വരും. ആ തോന്നലാണ് നമ്മുടെ ഉള്ളിലെ സന്തോഷമില്ല. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവിടെ കുറെ കാലമായിട്ട് വാടക വീട്ടിൽ താമസിക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ എന്താ പറയുക, സ്വന്തം വീടില്ല എന്നുള്ളൊരു ചിന്തയെ അവർക്കില്ല. കാരണം എന്താ പറയുക, വാടക വീടാണെങ്കിൽ എന്താ താമസിക്കാൻ എനിക്കൊരു വീടുണ്ട്, ഞാൻ അതിൽ സംതൃപ്തയാണ്, എനിക്ക് ജീവിക്കാൻ കഞ്ഞി ചോറുണ്ടാനുണ്ട്, വസ്ത്രമുണ്ട്. വാടക വീടാണെങ്കിൽ എന്താ, വാടക കൊടുക്കാനുള്ള കാശുണ്ട്, ദൈവം അത് നൽകിയിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സ്വന്തം വീട് എനിക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ അത് കിട്ടട്ടെ, എനിക്കതിനൊരു വിഷമമില്ല, ഞാൻ പൂർണ്ണ സന്തോഷവതിയാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അവൾ പറഞ്ഞത് ശരിയല്ലേ? പിന്നെ അത് യോഗല്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ വാടക വീട്ടിലാണെന്നൊരു വിഷമം ചെയ്ത കാര്യം. എനിക്കൊരു വീടില്ലല്ലോ. അപ്പൊ ഒരു ചോദ്യം അതെങ്കിലും ഉണ്ടല്ലോ, അതിന് ആ വാടക കൊടുത്ത് ജീവിക്കാനുള്ള ഒരു വഴി ദൈവം തന്നിട്ടുണ്ടല്ലോ. അവൾ പറയുന്നത് 100% ശരിയാണെന്ന് ഞാൻ. പക്ഷെ സ്വപ്നം കാണാം, നമുക്കൊരു സ്വന്തം വീടുണ്ട്, എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം എല്ലാവർക്കും കാണാം, പക്ഷെ അതൊരു നഷ്ടമായിട്ട്. പിന്നെ നമുക്ക് സ്വപ്നം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, സ്വപ്നങ്ങൾ കാണണ്ടേ, സ്വപ്നങ്ങൾ കണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും ആ സ്വപ്നങ്ങളിലൂടെ നമുക്ക് സന്തോഷിക്കാം.
നമ്മൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചെങ്കിൽ എന്നുള്ള സ്വപ്നങ്ങൾ കാണാം. ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളൊരു തോന്നലടക്കം വരും അല്ലേ? എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണും. പോസിറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവും. നടക്കണം എന്ന മനസ്സിലെ വാശിയും കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഒരു ദിവസം സാക്ഷാത്കരിക്കുന്നതാണ് പറയുന്നത്. അതെ. അപ്പോൾ ഈ നാളികേരപ്പാൽ ആവശ്യത്തിനുള്ളത് ഇത് വെച്ചെടുത്തു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുവിധം കിട്ടിയതിന് ശേഷം നമ്മുടെ ജീവിതം ഒരു മ്യൂസിയമായി ആക്കി മാറ്റുന്ന ചില ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കാഴ്ച ബംഗ്ലാവൊന്നുമല്ല ആൾക്കാർക്ക് വന്ന് കണ്ടുപോകാൻ വേണ്ടി. എന്ന് വെച്ചാൽ എന്തൊക്കെ മേടിച്ച് കൂട്ടിയാലും തൃപ്തി വരില്ല. പച്ചമുളക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എത്രത്തോളം ഫർണിച്ചർ കൂട്ടിയാലും അത് മാറ്റുക, പുതിയത് മേടിക്കുക. അല്ലെങ്കിൽ ഫർണിച്ചറും കൊണ്ട് നിരത്തി വെക്കുക. എത്രത്തോളം സ്വർണം മേടിച്ചാലും സ്വർണം കൊണ്ട് മതി വരാതിരിക്കുക. എത്രത്തോളം വസ്ത്രം മേടിച്ചാലും വസ്ത്രം കൊണ്ട് ഇനി എത്ര മേടിച്ചാലും മതിയാവാണ്ടിരിക്കുക. അതല്ല അല്ലേ, ഇല്ലതിൽ നമുക്കൊന്ന് സന്തോഷിക്കാതിരിക്കണം. അതെ എന്ന് വെച്ചിട്ട് ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ വേണം, ആവശ്യത്തിനെല്ലാം വേണം. നമുക്കുണ്ടോ ആവശ്യത്തിനെല്ലാം വേണം. പക്ഷെ നമ്മൾ അതിനു വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിലൊരു ഭാഗത്തിനെ മാറ്റി വെക്കരുത്. കാരണം ജീവിക്കാൻ മറന്നു പോകും. അല്ല, നമുക്ക് ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ദുഃഖിക്കരുത്. കാരണം ഇപ്പൊ നമുക്ക് ഉണ്ടല്ലോ, അത് ദൈവം തന്നെ ഏറ്റവും എന്താണ് ഉള്ളത് അതിൽ നമ്മൾ സന്തോഷിക്കുക. ഇന്നിപ്പോ എനിക്കിപ്പോ കഞ്ഞി ചമ്മന്തിയാണ്, എനിക്കിത് കിട്ടിയല്ലോ, ഇതെങ്ങനെ കഴിക്കാനുള്ള യോഗം ഉണ്ടല്ലോ. നാളെ എനിക്ക് ബിരിയാണി കൂട്ടാൻ പറ്റുമെങ്കിൽ അതും സന്തോഷം. പക്ഷെ അത് കിട്ടട്ടെ. പക്ഷെ കിട്ടാതിരുന്നാലും എനിക്കൊരു ദുഃഖമില്ല. ഞാനിതിന് സംതൃപ്തയാണെന്ന് നമ്മൾ വിചാരിച്ച കാര്യം കഴിഞ്ഞു അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ആഗ്രഹങ്ങൾ എന്താ പറയില്ലേ, ആശയാണ് ദുഃഖത്തിന് മൂലകാരണം എന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മൾ എത്രത്തോളം ആഗ്രഹങ്ങളും കൂടുക അത്രത്തോളം നമ്മൾ സന്തോഷം പറയും. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ വേണം. പക്ഷെ അതെല്ലാം ഒരു മിതമായ രീതിയിലാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഓർത്തുണ്ട്, മനസ്സിന് സന്തോഷം ചെറിയ കാര്യത്തിലാകുമ്പോൾ നമുക്ക് സന്തോഷം ടെൻഷനില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും കൂടി മരുന്ന് കഴിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരാറില്ല. ഒരു ഏതെങ്കിലും സന്തോഷം. ഇപ്പൊ എന്റെ കാര്യം എക്സാമ്പിൾ ഞാൻ പറയാം, മറ്റുള്ളവരുടെ ഒന്നും പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ യൂട്യൂബ് തുടങ്ങി. എനിക്ക് പണ്ട് യൂട്യൂബ് ഒന്നും തുടങ്ങാത്ത സമയത്ത് ഒരുപാട് ഇപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും വിളിക്കാനും സംസാരിക്കാനും ഒക്കെ ഫ്രണ്ട്സ് ഒന്നും അധികം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ജനിച്ചു വളർന്ന നാട് വേറെ അല്ലേ? അപ്പൊ ഈ യൂട്യൂബ് തുടങ്ങിയ പിന്നെ പലരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ എന്റെ മനസ്സിലൊരു സന്തോഷം, എന്നെ സ്നേഹിക്കാൻ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അമ്മ കണ്ടെത്തിയൊരു സന്തോഷം. അപ്പോൾ എനിക്ക് ഇതിലൊരു സന്തോഷം കണ്ടെത്തിയപ്പോൾ ഞാൻ ശരിക്കും എല്ലാ മരുന്നും ഞാൻ കഴിക്കുന്നുണ്ട്. കൊളസ്ട്രോള്, BP, ഷുഗർ, ഹാർട്ടിൻ്റെ അസുഖമുള്ള ആളാണല്ലോ. പക്ഷെ അതെല്ലാം ആയതിന് ശേഷം ഈ മെസ്സേജുകളൊക്കെ കണ്ട് അവരുടെ സ്നേഹം, കുറച്ച് പേരായിക്കോട്ടെ കൂടുതൽ പേരായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ എത്ര പേരാണെങ്കിലും എനിക്കതിലൊരു സന്തോഷം. അപ്പോൾ എന്താ പറയുക, ചില ദിവസം ഞാൻ മരുന്ന് കഴിക്കാൻ മറക്കും. അപ്പം അച്ഛൻ ചോദിക്കും മരുന്ന് കഴിച്ചോ? ഞാനപ്പോൾ അപ്പടെ ഓർക്കുമല്ലോ ഞാനൊന്ന് മരുന്ന് കഴിച്ചിട്ടല്ലോ. അപ്പം അച്ഛനോട് പറയും കഴിച്ചല്ലോ എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു കുറവും തോന്നിയിട്ടില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒരു ദിവസം മരുന്ന് കഴിച്ചിട്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്, ഇങ്ങനെയുള്ളൊരു സന്തോഷം. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണ സന്തോഷം തരും. അപ്പം എന്താ പറയുക, എല്ലാ അർത്ഥത്തിനടക്കം ഒരു കുറവ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ മുഖത്തൊരു പ്രസരിപ്പ് ഉണ്ടാവും. നമ്മൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം എല്ലാം നമുക്ക് കിട്ടും. നമ്മുടെ മുഖത്തൊരു പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് സൗന്ദര്യം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എത്ര തന്നെ ഇപ്പൊ സൗന്ദര്യം ഉണ്ടെങ്കിലും നമ്മുടെ മുഖത്തൊരു വിഷാദ ഭാവമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ചിന്തയിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരിക്കലും ഒരു പ്രസാദം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പ്രസന്നത ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മുഖത്തെ സൗന്ദര്യം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ സന്തോഷം എത്രത്തോളം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയോ അത്രത്തോളം നമ്മുടെ ആരോഗ്യം നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ സൗന്ദര്യം നല്ലതാണ്. ഒരുപാട് സൗന്ദര്യ വസ്തുക്കളൊന്നും വേണ്ട. അല്ലാതെ മനസ്സിനെ സന്തോഷം കൊണ്ട് നമുക്കൊരു സൗന്ദര്യം താനേ ഉണ്ടാവും. എങ്ങനെയാണോ അമ്മയ്ക്ക് ഈ വീഡിയോ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്നത്, അതേപോലെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പില്ലർ പോലെ നിന്ന് ഇത് പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ അമ്മ സന്തോഷിക്കേണ്ടി വന്നിട്ട് അത് അതിനേരെ വലിയ സന്തോഷമാണ്. മനസ്സിലായ? അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് കൊടുക്കലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കലും മറ്റുള്ളവർക്ക് കൊടുക്കലുമാണ്. എന്ന് വെച്ചാൽ ഒരു നേരം
ഇതില് മല്ലിയില അവസാനം മല്ലിയില ഇട്ടിട്ട് ഓഫ് ചെയ്യുക. എത്രയുണ്ട് കേട്ടോ. ഒരു നേരം പട്ടിണിയിരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ 2-3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാൾ നമ്മുടെ കൺമുമ്പത്ത് വന്ന് വിടുകയെന്ന് വെക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിത്തിരി ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മളിവിടെ വിളമ്പി കൊടുക്കുമ്പോൾ 2 പേർക്കാണ് സന്തോഷം. ഒന്ന്, അത് വാങ്ങി കഴിക്കുന്നവൻ്റെ കണ്ണുകൾ നിറയും. ആ കണ്ണുകൾ നിറയണ നമ്മുടെ മനസ്സ് നിറയും. നമുക്ക് തോന്നും ഇതെന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു അഭിമാനം തോന്നും. കാരണം അത് ഭക്ഷണം ആയിക്കോട്ടെ, പക്ഷെ അത് കൊടുക്കുമ്പോഴൊരു അഭിമാനം, അത് കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുഭവിച്ചല്ലോ, എനിക്ക് അതിനുള്ള ബുദ്ധി വന്നല്ലോ, ഞാനത് കൊടുത്തല്ലോ എന്നുള്ള ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതിലും കണ്ടെത്താൻ സന്തോഷം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർക്കും, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ട് പല പല രീതിയിൽ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഭാവനാ ലോകത്തിൽ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് സ്വപ്നം കാണും. ആ സ്വപ്നത്തിലുള്ളൊരു സന്തോഷം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള, നമുക്കുള്ളതും കൊണ്ട് നമുക്കില്ലാത്തതും കൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്തുന്നതിനെക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നിന്ന് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രമില്ലാത്തവരെ കാണുമ്പോൾ വസ്ത്രം ഇടാനുണ്ടല്ലോ എന്നുള്ള സന്തോഷം, വീടില്ലാത്തവർ, ഒരു വീടും കൂടി ഇല്ലാണ്ട് മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇരിക്കാനൊരു വീടെങ്ങനെ ഉണ്ടോ സന്തോഷം. അതുപോലെ എന്നും ജീവിതത്തിൽ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റാത്ത കുറേ ആൾക്കാരെ, സങ്കടം കൊണ്ട് കണ്ണീരും കൊണ്ട് കഴിയുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു നേരമെങ്കിലും സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം ഇല്ലേ. ഒത്തൊരുമയോടെ ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ പല രീതിയിലുള്ള സന്തോഷങ്ങൾ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ സന്തോഷത്തെ നിങ്ങൾ എവിടെയും തരേണ്ട, നിങ്ങളുടെ ഉള്ളിൽ ആരും നോക്കാനില്ല, എൻ്റെ മക്കളെല്ലാം നോക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സന്തോഷം. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ അയ്യോ, അങ്ങനെ എന്തായാലും നമുക്ക് നന്മ ചെയ്യുമ്പോൾ നന്മ കിട്ടില്ല, അതുപോലെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതെ അതെ, അത് നമ്മളിൽ ഉത്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും സന്തോഷം മറ്റുള്ളവർക്ക് തരേണ്ട ആവശ്യമില്ല. നമ്മളിൽ തന്നെ സന്തോഷമുണ്ട്. അത് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും കണ്ടെത്തി സന്തോഷിക്കാൻ നോക്കൂ. അപ്പം നിങ്ങളുടെ ഹെൽത്തും സൗന്ദര്യം എല്ലാം നന്നായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഈ വഴുതനങ്ങി മുഴുവൻ ഞാൻ തിന്നു, മുട്ട ഇവൻ തിന്നു, അച്ഛന് മീനുണ്ട്. അത് കാണുമ്പോഴും അതിന്റെ ഒരു മണം നല്ല ടേസ്റ്റ് ആണ്. ഇത് ചപ്പാത്തിക്കും നല്ലതാ, ചോറിനും നല്ലതാ, എല്ലാത്തിനും. അത് ഞങ്ങൾ കഴിച്ചിട്ട് തീരുമാനിച്ചോളാം കേട്ടോ. അവരുണ്ടാക്കി നോക്കിയിട്ട് പറയും. പറ്റില്ല. അപ്പോൾ ഇത് ഒരുപാട് ഇതൊന്നുമില്ല, വേഗമാവും. 10 മിനിറ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. അമ്മേനെ പോലെ വാചകം അടിക്കാതിരുന്നാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കഴിയാൻ പറ്റും. അത് ഞാനിപ്പോൾ അവരെ കേൾക്കാൻ വേണ്ടി. പിന്നെ ഇവർക്ക് തീരെ എനിക്കറിയാം അവസാനം എനിക്കിട്ടല്ലേ താങ്ങ്. എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഒരു സമാധാനമില്ല. സത്യം. ഒന്നുമില്ലെങ്കിലേ രാവിലെ ഉണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേ അപ്പൊ കുറുമ ഉണ്ടാവുന്നുണ്ട്, വെജിറ്റബിൾ കുറുമ, അത് കൊടുത്തു. അപ്പൊ എനിക്ക് ഉള്ളി മുളകും ചതക്കില്ലേ, പച്ചമുളകും, ആ ചതക്കിന്റെ ചമ്മന്തി, അപ്പൊ അത് ഞാൻ കൂട്ടി. അപ്പൊ ഇത് കൂട്ടി നോക്കുമ്പോനേന്ന് പറഞ്ഞു. അപ്പൊ അത് അമ്മ കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ എന്നാ ശരി, എന്നാ നിന്റെ കണ്ണിന് ഇതിൽ തേച്ചേരാന്ന് വെറുതെ ഒന്ന് പറഞ്ഞോണ്ടു. ഇവൻ പറയാ, ഞാൻ പറയൂട്ടോ, നമ്മുടെ കുടുംബക്കാരോടൊക്കെ ഞാൻ പറയാം. അയ്യോ ഇതിന് പറയാൻ നിന്നാണ് മറന്നു പോയി എന്റെ ഭഗവാനെ. അല്ല, ഇത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ പറയണ്ടായിരുന്നു. അപ്പോഴേക്ക് അമ്മ എനിക്കറിയാതെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഓക്കേ, അപ്പൊ ബൈ.